ഒരു കാലത്ത് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വികസിത രാജ്യങ്ങളിൽ ഒന്നായിരുന്ന ലെബനോൻ ഇന്ന് അതിദാരിദ്ര്യത്തിലേക്ക് എത്തിപ്പെട്ടതിൻ്റെ കഥയാണ്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ഉയർന്ന GDP ഉള്ള രാജ്യവും അതിശക്തമായ ബാങ്കിംഗ് സിസ്റ്റവും എല്ലാം ഉണ്ടായിരുന്ന ലെബനോനിന് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. ലെബനാനെ ഇത്തരത്തിൽ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ടത് ഒരു സ്കാം ആയിരുന്നു. 1993 അന്നത്തെ ലെബനാൻ ഭരണാധികാരി തങ്ങളുടെ രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്കിന്റെ തലപ്പത്തേക്ക് അമേരിക്കക്കാരനായ റിയാദ് സലമാഹിനെ കൊണ്ടുവരുന്നത്. രാജ്യത്തേക്ക് വിദേശ നിക്ഷേപം ആകർഷിക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇതിനായി അവർ ചെയ്തത് വിദേശ നിക്ഷേപങ്ങൾക്ക് 15% എന്നുള്ള അന്ന് ലോകത്തെവിടെയും കേട്ടുകേൾവിയില്ലാത്ത ഉയർന്ന പലിശ നിരക്ക് വാഗ്ദാനം ചെയ്യുക എന്നതായിരുന്നു. ധാരാളം വിദേശ നിക്ഷേപം ലെബനാനിലേക്ക് ഒഴുകി. ലെബനാന്റെ ടൂറിസം സെക്ടറും ബാങ്കിംഗ് സെക്ടറും ഈ വിദേശ നിക്ഷേപത്തിൽ കരുത്താർജിച്ചു. എന്നാൽ 2019 അത് സംഭവിച്ചത്. പണം പിൻവലിക്കാനായി ബാങ്കുകളിലെത്തിയ ജനങ്ങളോടുള്ള മറുപടി ബാങ്കിൽ പണമില്ല എന്നുള്ളതായിരുന്നു. ഈ